ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്. ഇറാൻ പുതുതായി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി ഇനി മുതൽ കപ്പലിനി ഗതാഗതം നിയന്ത്രിക്കും. ഈ പാതയിലൂടെ കടന്നു പോകാൻ ഇനി മുതൽ ഇറാന്റെ മുൻകൂട്ടിയുള്ള അനുമതിയും ടോൾ പേയ്മെന്റും നിർബന്ധവുമായിരിക്കും. അമേരിക്കയുടെ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇറാന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യയുടെ ഊർജ സുരക്ഷയെയും എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തടസ്സമാകുമോ? റഷ്യയുടെ പിന്തുണയും ഒമാന്റെ പങ്കാളിത്തവും ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ നടപ്പിലാക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ മേഖലയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും വിദേശ ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിനുമുള്ള ചരിത്രപരമായ ചുവടുവെപ്പായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി രൂപീകരിച്ചതിലൂടെ തങ്ങളുടെ ജലാതിർത്തിയിലെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യമാണ് വെളിപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയമവിരുദ്ധമായ സാമ്പത്തിക ഉപരോധങ്ങളെ വളരെ ഫലപ്രദമായി നേരിടാനും തദ്ദേശീയമായ വിഭവങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കാനും ഈ നീക്കം ഇറാനെ സഹായിക്കും. പുതിയ അനുമതി പത്രങ്ങളും ടോൾ സംവിധാനവും മേഖലയിലെ ഗതാഗതം കൂടുതൽ ക്രമബദ്ധമാക്കാനും പരിസ്ഥിതി സുരക്ഷ ഉറപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാൻ പോലുള്ള ഇതര കറൻസികൾ ഇടപാടുകൾക്കായി സ്വീകരിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്തെ ഏകപക്ഷീയമായ ആധിപത്യം തകർക്കാനുള്ള വലിയൊരു ചുവടുവെപ്പായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒമാനെ പോലുള്ള അയൽ രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് വിദേശ സൈനിക സാന്നിധ്യമില്ലാതെ തന്നെ ഗൾഫ് മേഖലയുടെ സുരക്ഷ സ്വയം കൈകാര്യം ചെയ്യാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇത് കേവലം ഒരു നിയന്ത്രണമൊന്നുമല്ല, മറിച്ച് സാമ്രാജ്യത്വ ഭീഷണികൾക്കെതിരെയുള്ള ഇറാന്റെ ധീരമായ പ്രതിരോധവും സ്വയം ഭരണാധികാരം ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടവുമാണ്. ആഗോള ഊർജ വിതരണ ശൃംഖലയിൽ ഇറാനുമായുള്ള തന്ത്രപരമായ പ്രാധാന്യം അംഗീകരിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ് ഈ നയതന്ത്ര വിജയം എന്ന വസ്തുതയാണ് പറയാനുള്ളത്. എന്താണ് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ പുലർത്തുന്ന പുതിയ നിയന്ത്രണങ്ങൾ കേവലം ഒരു പ്രാദേശിക ഭരണ മാറ്റം മാത്രമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന വിപ്ലവകരമായ ചുവടുവെപ്പാണ്. പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്ന പുതിയ സംവിധാനത്തിലൂടെ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ പിന്തുടരുന്ന ഏകപക്ഷീയമായ ഇടപെടലുകൾക്ക് ഇറാൻ ശക്തമായ മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കം കേവലം കടൽ യാത്രകളെ നിയന്ത്രിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾ പടുത്തുയർത്തിയ ഉപരോധങ്ങളുടെ മതിൽക്കെട്ടുകളെ തകർക്കാൻ ലക്ഷ്യമിടുന്നത്. ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ ആത്മവിശ്വാസവും തന്ത്രപരമായ കരുത്തുമാണ് ഈ പുതിയ അതോറിറ്റിയിലൂടെ വ്യക്തമാകുന്നത്. വിദേശ സൈനിക സാന്നിധ്യമില്ലാതെ തന്നെ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുക കൂടിയാണ് ഈ സംഭവത്തിലൂടെ. ഈ പുതിയ ക്രമീകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് മേലുള്ള കടന്നാക്രമണം തന്നെയാണ്. കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തിയതും അത് ചൈനീസ് യുവാൻ പോലുള്ള ഇതര കറൻസികളിലൂടെ സ്വീകരിക്കാൻ തീരുമാനിച്ചതും ആഗോള സാമ്പത്തിക ചരിത്രത്തിലെ വഴിത്തിരിവാണ്. പെട്രോ ഡോളർ എന്ന സങ്കല്പം തകരുകയും പുതിയൊരു ബദൽ സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെടുകയും ചെയ്യുന്നതിന്റെ ആദ്യ സൂചനകളാണിത്. ഇറാൻ നടപ്പിലാക്കുന്ന ഈ സാമ്പത്തിക പ്രതിരോധം ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാണ്. ഒരു അന്താരാഷ്ട്ര ജലപാതയെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് ഇറാൻ കാണിച്ചു തരുന്നു. ഇത് കേവലം നികുതി പിരിക്കൽ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ ഉപരോധങ്ങളെ നിർവീര്യമാക്കാനുള്ള പ്രായോഗികമായ തന്ത്രം കൂടിയാണ്. ഡോളറിന് പകരമുള്ള കറൻസികൾ വിപണിയിൽ സജീവമാകുന്നതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾ അവരുടെ മൂർച്ച നഷ്ടപ്പെട്ട ആയുധങ്ങളായിട്ടാണ് രൂപാന്തരം പ്രാപിക്കാൻ പോകുന്നത്. റഷ്യയുടെയും ഒമാന്റെയും പിന്തുണ ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പടിഞ്ഞാറൻ സൈനിക സഖ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ഒരു പുതിയ ബഹുമുഖ ലോകക്രമത്തിന്റെ, അതായത് മൾട്ടി പോളാർ വേൾഡ് ഓർഡറിന്റെ ഭാഗമാണ്. ഒമാനുമായുള്ള സഹകരണം മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ അറബ് രാജ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള ഇറാന്റെ നയതന്ത്ര പാടവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിദേശ ശക്തികൾക്ക് ഈ ജലപാതയിലൂടെയുള്ള ഗതാഗതത്തിന് മേൽ ഇനി മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടി വരുന്നത് ഇറാന്റെ പരമാധികാരത്തിന്റെ വിജയം തന്നെയാണ്. ഇത് ആഗോള എണ്ണ വിപണിയിൽ ഇറാന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുകയും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുമായി നേരിട്ടുള്ളതും സുരക്ഷിതവുമായ ഊർജ ഇടപാടുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഉപരോധങ്ങളെ അതിജീവിക്കാനുള്ള ഇറാന്റെ ഈ പോരാട്ടം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രത്തിന്റെ വിലാസം
തിരുത്തി എഴുതുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ മേൽക്കോയ്മയെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. വിദേശ ഇടപെടലുകൾ മേഖലയുടെ സുസ്ഥിരത തകർക്കുന്ന ഈ കാലത്ത് സ്വന്തം ജലപാതയുടെ കാവൽക്കാരായി ഇറാൻ മാറുന്നത് മറ്റ് അയൽരാജ്യങ്ങൾക്കും ഒരു വലിയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ സ്ഥിരയായി അറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ എത്തുന്നതോടെ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുന്നു. ഇത് ഇറാന്റെ മാത്രം വിജയമല്ല, മറിച്ച് വിദേശ ഇടപെടലുകൾക്കും ഉപരോധങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഓരോ രാഷ്ട്രത്തിന്റെയും വിജയം കൂടിയാണ്. ആധുനിക കാലത്തെ നയതന്ത്രവും സാമ്പത്തിക പ്രതിരോധവും എങ്ങനെ സമാസമം ചേർത്ത് പ്രയോഗിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പുതിയ ഗൾഫ് നയവും. വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ഇറാൻ മാറുമെന്ന് ഈ നീക്കം ഉറപ്പിച്ചു പറയുന്നു. ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ പുലർത്തുന്ന വിപ്ലവകരമായ ഈ പുതിയ നിയന്ത്രണങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഇവിടെ പങ്കുവെക്കാനുണ്ട്. 2026 ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനിലെ ആണവ കമാൻഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ ഏറ്റവും ശക്തമായ മറുപടി കൂടിയാണിത്. വർഷങ്ങളായി തങ്ങൾ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഒരു അന്താരാഷ്ട്ര ജലപാത ഇറാന്റെ പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്ന പുതിയ നിയമവ്യവസ്ഥയ്ക്ക് കീഴിലാകുന്നത് പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരാജയം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്നതാണ്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അമേരിക്കൻ ഭരണകൂടം പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ സൈനിക അകമ്പടിയോടെയുള്ള നീക്കം നടത്തിയെങ്കിലും വെറും 48 മണിക്കൂറിനുള്ളിൽ അത് നിർത്തിവെക്കേണ്ടി വന്നത് അവരുടെ നിസ്സഹായ അവസ്ഥയെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ മേഖലയിൽ ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് സാധിക്കാതെ വന്നതോടെ മേഖലയിലെ അവരുടെ സൈനിക ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയെ വധിച്ചതിലൂടെ ഇറാനെ തകർക്കുമെന്ന് കരുതിയ ഇസ്രായേലിന് പുതിയ നേതാവ് മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാന്റെ അതിശക്തമായ തിരിച്ചടി വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ നടത്തുന്ന ഈ കടലുപരോധം ഇസ്രായേലിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നതിനോടൊപ്പം മേഖലയിലെ ഇറാന്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കടലിടുക്കിലൂടെയുള്ള ടോൾ ഇടപാടുകൾക്ക് ചൈനീസ് യുവാൻ ഉപയോഗിക്കുന്നത് പെട്രോ ഡോളർ എന്ന സങ്കല്പത്തിന്റെ തകർച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്ന ഒരു നീക്കവുമാണ്. നിലവിൽ $200 ബില്യൺ യുദ്ധച്ചെലവും ആഭ്യന്തര വിപണിയിലെ എണ്ണവില വർധനവും മൂലം അമേരിക്കൻ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലാണുള്ളത്. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നത് ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണ്. ഇറാൻ രൂപീകരിച്ച ഈ പുതിയ അതോറിറ്റിയിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും അവരുടെ കൈകളിലായി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെ. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ എണ്ണ വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നതിലൂടെ ലോകവിപണിയിൽ എണ്ണവില ബാരലിന് $126 വരെ ഉയരാൻ ഇത് കാരണമായിട്ടുമുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണയും ഒമാന്റെ വളരെ തന്ത്രപരമായ പങ്കാളിത്തവും ഇറാന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര കവചവും ഒരുക്കുന്നുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക കൊണ്ടുവരുന്ന പ്രമേയങ്ങളെ റഷ്യയും ചൈനയും വീറ്റോ ചെയ്യുന്നത് ഇറാന്റെ നടപടികൾക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ ഇറാന്റെ ഡിമാൻഡുകൾക്ക് മുന്നിൽ വഴങ്ങി സമാധാന ചർച്ചകൾക്കോ തയ്യാറാകേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉപരോധങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ സാമ്പത്തികമായും സൈനികമായും തങ്ങളുടെ പരമാധികാരം ഉയർത്തിപ്പിടിച്ച് ഇറാൻ പുതിയൊരു ലോകക്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് നിസ്സംശയം ഇവിടെ പറയാവുന്നതാണ്. എന്താണ് ഇറാന്റെ ഈ നീക്കത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.